ഖബറിലേക്ക് എത്തുന്നു. ഇതേപോലെ മൊയ്തീൻ ശേഖന്റെ ഖബറിലേക്ക്, ബദരീങ്ങളെ ഖബറിലേക്ക്, റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് എത്തുന്നു. ഒന്ന് ആലോചിക്കാൻ, ഇതല്ലേ മനുഷ്യത്വം? ഇങ്ങനെ വേണ്ട മരിക്കുമ്പോഴേക്കാൾ ഒഴിവാക്കി ഡിസ്പോസബിൾ കാശ് പോലെ ഒഴിവാക്കല്ലേ വേണ്ടേ? നമ്മളെ വാപ്പിയല്ലേ എപ്പോഴെങ്കിലും സ്വതക്കൊക്കെ കൊടുത്തിട്ട് വാപ്പാക്ക് ഇങ്ങനെ വരുമാനം ഉണ്ടാക്കുക. ഒന്ന്. രണ്ട്, വേറൊരാളെ പറ്റിയത് വീരാൻകുട്ടി. ഈ വീരാൻകുട്ടി ഗൾഫിൽ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടില്ല. ഓനമ്മാക്ക് കഴിഞ്ഞ് ഒന്നായിട്ട് അകപ്പാട് വാദം വന്ന് വിഷമിച്ച് ഒരു പരിധി വരെ കുടിച്ചിക്കാൻ നോക്കി. ലാസ്റ്റ് ഉമ്മാക്ക് ഓരോമായി ഫോൺ വിളിച്ചു, വീരാനെ പെട്ടെന്ന് പുറപ്പെട്ടോ, ഉമ്മ ഡേഞ്ചറാണ്. ഇവൻ ചിന്തിച്ചു, റബ്ബേ വളരെ ചെറുപ്പത്തിൽ ബാപ്പ മരിച്ചിരിക്കണം. ബാപ്പ മരിച്ച ദുഃഖം പോലും അറിയിക്കാതെ എന്റെ ഉമ്മ എന്നെ വളർത്തി. കൊയ്യാനും കെട്ടാനും മെതിക്കാനും ചക്രകയം കൊടുക്കാനൊക്കെ പോയിട്ടാ വളർത്തിയത്. കുറച്ച് നോതാനും പറഞ്ഞേച്ചു. അല്ലെങ്കിൽ ഉമ്മാനെ കാലും കഴുത്തും വിറ്റിട്ടൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടാ ഗൾഫിക്ക് വിട്ടത്. അമ്മ റബ്ബേ അസുഖത്തിലാണല്ലോ. ഉള്ള പൈസ കടം വാങ്ങി ടിക്കറ്റിന്റെ കരിപ്പൂരെത്തി. ഇവനെ സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ ചെന്നപ്പോ മിണ്ടണില്ല. എന്തേ? ഒരു മണിക്കൂർ മുമ്പ് ഉമ്മ മരിച്ചുപോയി. വീരാൻകുട്ടിന്റെ വിഷം എവിടെ ഓർക്കും നിങ്ങൾ നോക്ക്. ആ ജീപ്പിൽ ഇങ്ങനെ പോരുമ്പോ വീരാൻകുട്ടി ചിന്തിച്ചു, റബ്ബേ എന്റെ ഉമ്മ ഒരുപാട് കൊല്ലം തിരുത്തിപ്പോറ്റി എന്നെ വളർത്തി ഗൾഫിലയച്ച് ഉമ്മാക്ക് വേണ്ടി ഒരെന്തെങ്കിലും ഒരു സാധനം എന്റെ കൈ കൊണ്ടൊന്ന് കൊടുക്കാൻ കഴിയില്ലല്ലോ റബ്ബേ. ഉമ്മ ലാസ്റ്റ് നിമിഷത്തിൽ ആശുപത്രിയിൽ പോകുമ്പോ ഒരു താങ്ങി എടുത്തിട്ടെങ്കിലും ഉമ്മ എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അവസാനം അല്ലെങ്കിൽ ഉറ്റിച്ചു കൊടുക്കാനും ഉമ്മാനെ കാലം നന്നിട്ട് എടുത്തിച്ചു കൊടുക്കാനും ബാത്റൂമിലേക്കൊന്ന് കൊണ്ടുപോകാൻ ഒരു ഹൃദയം വെക്കുമ്പോ എനിക്ക് വീരാൻകുട്ടിക്ക് അവസരം കിട്ടിയില്ല. വല്ലാത്ത ഖേദം. ചെന്നപ്പം തായതിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഉമ്മാന്റെ മയ്യത്തിങ്ങനെ കടത്തികളും ഇപ്പോൾ ആലോചിച്ച് നോക്കണം. മനുഷ്യത്വമുള്ള മാനവികതയുള്ള ആ വീരാൻകുട്ടി എന്ന ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നു, അമ്മ പൊട്ടിയെന്ന് കരഞ്ഞു. ഉമ്മാന്റെ മയ്യത്ത് കണ്ടപ്പോ കണ്ടുകൂടോലും കരഞ്ഞു. അത്രയും സ്നേഹത്തിലാണ് ഇവയും മകനും തമ്മില്. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ ഒരു ബോധം വന്നു, റബ്ബേ ഞാൻ അങ്ങനെ കുറെ കരഞ്ഞിട്ടെന്താ? അള്ളാന്റെ തീരുമാനപ്രകാരം പോണ്ടോടൊക്കെ പോകുന്ന ഉറപ്പല്ലേ? ഇന്നൽ മയ്യത്തളി അഭിമുഖി ഞാൻ കരഞ്ഞ അമ്മാക്ക് അതാപുണ്ടാകൂലേ? പക്ഷെ എന്ത് ഞാൻ ചെയ്യും? അമ്മാക്ക് ഞാൻ ചെയ്തു കൊടുക്കും റബ്ബേ. അപ്പോ ഒരു ഉപബോധ മനസ്സ് പറഞ്ഞു, ഏതായാലും എടാ അത് ടെൻഷനാണ്. ആ ടെൻഷൻ തീരേക്ക് നല്ലൊരു മാർഗമുണ്ട്. റഹ്മത്തിന്റെ മലായിക്കത്തിൽ ഇങ്ങനെ വരണം. അപ്പൊ എനിക്ക് ടെൻഷൻ തീരും, ഉമ്മാക്ക് കാര്യം കിട്ടും. അത് ഏറ്റവും നല്ലത് കരയലല്ല, അള്ളാന്റെ ഖുർആൻ ഓതലാണ്. ഇതാ ഹദർത്തുൽ മയ്യിത്തൽ മരീദ ഫഖൂലു ഖൈറാ. അള്ളാന്റെ റസൂൽ ഓപ്പണായി കോമണായി തന്നെ സമ്മതാണ്. മയ്യിത്തിനടുത്ത് പോയ ഖൈറ് പറയണോ. ഫൈന ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും നല്ല അള്ളാന്റെ കലാമല്ലേ. ചോദിക്കോ. ഓൻ പോയി ഒന്നുണ്ടാക്കി വന്ന് കുറച്ചൊക്കെ കണ്ണീരെ കൊഴുക്കി റാഹത്തായി ഒരവിടെ നിന്നിട്ട് ഇങ്ങനെ ഓതി. 1 ജിസ് ഓതി, 2 ജിസ് ഓതി, അൽഹംദുലില്ലാഹ് സമാധാനം. അപ്പോഴാണ് ഏട്ടൻ്റെ ഉച്ചസംഘം ഇങ്ങനെ വരുന്നുണ്ട്. ഒരടി അങ്ങനെ വരുന്നുണ്ട്. ഒരു പൈജാമി കുർത്തി വീടെ താടി ഒരു അറക്കന്റെ പോകത്തൊക്കെ കീശിട്ടാണ് ഇങ്ങനെ വരിക. എന്നിട്ട് എന്ത് നിർത്തും? ഓത്ത് നിർത്ത്. എന്ത് ഇപ്പൊ എന്റെ വിഷയം പറ. അർജന്റായിട്ട് നിർത്തവിടെ ജോലി ഒരു കാര്യം കിട്ടും. എന്ത് വിഷയം പറ? എന്താ പറയും? ഓത്ത് നിർത്തിക്കളാ. എന്തേ മരിച്ചമ്മാക്ക് ചോദിച്ചിട്ട് ഒരു കാര്യം കിട്ടൂല. അപ്പൊ വെറുതെ അപ്പോ തിരിച്ചു ചോദിച്ചു, മരിച്ചമ്മാക്ക് കിട്ടൂല. ഞാൻ ഓതി എനിക്ക് കാര്യം കിട്ടുമോ? എനിക്ക് കിട്ടും. അത് നടക്കണം. അതായത് ഈ അമ്മക്ക് കിട്ടുമല്ലോ. പിന്നെ ചിന്തിക്കാം, ഞാൻ ഓതി എനിക്ക് കാര്യം കിട്ടുമോ? കിട്ടും. എന്നാലും കാര്യം മുടക്കാൻ നിൽക്കണേ. എന്നാലും മയ്യത്തിന്റെ അടുത്തുനിന്ന് മയ്യത്തിന്റെ അടുത്തുനിന്ന് കക്കൂസ് എത്തിയത് ഓതാൻ പറ്റാത്ത സ്ഥലം റസൂലുള്ളാഹി പറഞ്ഞു, ഒന്ന് കക്കൂസ് പറ്റൂല, ജനാവത്തുകാർക്ക് പറ്റൂല, ഹെവന്റെ കോസുകൾക്ക് പറ്റൂല. മയ്യത്തിന്റെ അടുത്തുനിന്ന് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു ഹദീസിന്റെ കഷ്ടത്തിന്റെ കഷ്ടം ഒരു തന്മാത്ര കൊണ്ട് അതുകൊണ്ട് കഴിയോ എന്ന് ചോദിക്കുക. അങ്ങനെ ചെള്ളിന്റെ തലക്ക് തന്നിട്ടുമായിരിക്കും. തിരിച്ച് ലാസ്റ്റ് ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ഖുർആൻ ഇങ്ങനെ ഓതുമ്പം റഹ്മത്തിന്റെ മലായിക്കത്ത് വരുമോ? അത് ഉസൈദ് ഖുദർ ഇങ്ങനെ ഓതിയപ്പോ കുതിര ഇങ്ങനെ ചാടിയില്ലേ? പുറത്തുനിന്ന് പിന്നെ ചാട്ടം നിർത്തിയില്ലേ? പിന്നെയും ചാടിയല്ലോ. അവസാനം റസൂലുള്ളാഹി പറഞ്ഞ എന്താ? നിങ്ങൾ ഓത്ത് കേട്ടിട്ട് സ്വീകരിക്കാൻ റഹ്മത്തിന് മലക്ക് വരിക. നിങ്ങൾ തുടർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മലക്കാളെ കാണായിരുന്നു. നമ്മക്ക് മലക്കാളെ കാണാൻ കണ്ണിന് പവറില്ല. ടി വിക്ക് നോക്കിയുള്ള പവറൊക്കെ പോയിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് പവറില്ലാത്തവർ മലായിക്കത്ത് വരുന്ന ഉറപ്പല്ലേ? ആ മലക്കുകൾ വന്നാൽ കൂട്ടെ എനിക്ക് സമാധാനം കിട്ടുമോ?
കിട്ടും. മലക്കുകൾ ഇറങ്ങുമ്പോ പിന്നെ അവിടെ എന്തായിരുന്നാലും പിശാച്ച് നിൽക്കുവോ? നിൽക്കൂലല്ലോ. സ്രാക്കത്തിന്റെ ഇപ്പൊ കയ്യുച്ചൊക്കെ പിശാച്ചാണ് ജിബിലിനെ കണ്ടപ്പോൾ പടർന്നു ഓടിയത്. അതിന്റെ തെളിവ് നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ടല്ലോ. എന്ത് മരിച്ചോട്ടൊക്കെ സജീവാകും. ജമാഅത്ത് മുജാഹിദ് ബിലൂവ് കണ്ടില്ലെങ്കിൽ അവിടെ വെള്ളം കൊടുക്കും, ഇവിടെ കൊടുക്കും, അവിടെ പറഞ്ഞു കാട്ടി എങ്ങനെ വന്നിട്ട് പോകൂലല്ലോ. പിന്നെ പോണെങ്കിൽ മാർഗങ്ങൾ അത് വെള്ളക്കുപ്പായത്തിന് ക്ലോറസ്റ്റാൾ സാറിന വാരിയാണ്. അത് ഫാത്തിഹ വിളിച്ചാൽ പിന്നെ അത് കേൾക്കുമ്പോഴേക്ക് സഹിക്കൂല. ഉൽവാപ്പ് വിളിച്ച ചീത്താ നിൽക്കൂല, ഫാത്തിഹ വിളിച്ച വഹാബി നിൽക്കൂല. അത് ശുഭികൾക്കോലത്തിനല്ലേ. അതുകൊണ്ട് ഖുർആൻ ഓതുന്നിടത്ത് റഹ്മത്തിലേക്ക് വരും. പിശാച് അവിടെ നിൽക്കൂല. എങ്കിൽ അത്രയും നേരം ബാപ്പാക്കുമാർക്ക് സമാധാനം കിട്ടൂലേ. അവിടെ വന്നിട്ടാണെങ്കിലൊക്കെ ഉയർന്നാലും മലക്കുകൾ ആമീൻ പറയൂലേ. എങ്കിൽ എന്തിന് നിങ്ങൾ ഓത്ത് മുടക്കണം? അപ്പോഴാണ് ഓനും ചിന്തിച്ച് ശരിയല്ലേ പറഞ്ഞത്. അതിന് പ്രത്യേക തെളിവില്ല തന്നെ വെക്കുക. എന്നാലും എതിർപ്പൊന്നും ഇല്ലാതെ റസൂലുള്ളാഹിന്റെ ഹദീസ് എതിർപ്പ് പറയാത്ത കാലത്തോളം എന്റെ ഉമ്മാക്ക് വേണ്ടി ഖുർആൻ ഓതാം, ഉമ്മാക്ക് വേണ്ടി സ്വതക്ക കൊടുക്കാം. ഇതല്ലേ മാനവികത, ഇതല്ലേ മനുഷ്യത്വം. അതുപോലെ ഒരു പെരിയിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോരുമ്പോ അച്ഛനക്ക് ഇറങ്ങിപ്പോണേന് പകരം നല്ല ഭക്ഷണം കഴിച്ചു, ഉഷാറാണ്, വെറ്റട്ടോ എന്ന് പറഞ്ഞ് പല്ലും കുത്തി പോകുന്നതിന് പകരം നമ്മൾ വെയിച്ചോറിന് നന്ദി ഒരൽഫാത്തിക മനസ്സിലെ റഹ്മത്താവോ ബർക്കത്താവോ റാഹത്താവോ സലാമത്തോ പഠിച്ചോനെ ചോറ് നാമിനെ താത്ത അത് കൊണ്ടേ കൊട്ടാളി ജിയാജി ഗൾഫിലുള്ള ഇയാളെ മകൻ അബ്ദുൽ ഖാദർ ഇവരൊക്കെയാണ് ഈ ചോറിന്റെ കാരണക്കാര്. ബറക്കത്ത് കൊടുക്കറപ്പേ. ഇനി ഞങ്ങൾക്ക് വരാനും ഓർക്ക് തരാനും ഞങ്ങൾക്ക് തിന്നാനും ഞങ്ങൾക്ക് അതേപോലെ കൊടുക്കാനും എല്ലാവർക്കും ബറക്കത്ത് കൊണ്ടറപ്പേ. എന്തൊരു മാനവികതയാ, എന്തോ ഒരു മനുഷ്യത്വമാ.